ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അതിനോടൊപ്പം അതിൻ്റെ സൈഡിലുള്ള ബെൽ ഐക്കൺ കൂടി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. അപ്പോൾ വേഗം തന്നെ സബ്സ്ക്രൈബ് ചെയ്തോളൂ. ഇനി തുടർന്ന് കാണാം. ഇന്ന് നമുക്ക് ചിക്കൻ ചീസ് ബോൾ എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു പാർട്ടി സ്നാക്കാണ്. അപ്പം ഞാനിത് തീരെ ചെറിയ കുട്ടികൾക്ക് കഴിക്കാൻ പറ്റുന്ന രീതിയിൽ അധികം എരിവും മസാലയൊന്നും ഇടാത്ത രീതിയിലാണ് തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് ടേസ്റ്റ് അനുസരിച്ച് ഇതിലേക്ക് വേറെ എന്തെങ്കിലും സ്പൈസസ് ഒക്കെ വേണമെങ്കിൽ ആഡ് ചെയ്യാം. ആദ്യം നമുക്കൊരു മുട്ടയുടെ വെള്ളയും മഞ്ഞയും വേർതിരിച്ച് വെക്കാം. പിന്നെ ഒരു 3 കഷ്ണം വെളുത്തുള്ളി വേണം, ഒരു പച്ചമുളക്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, അത് മൂന്നും കൂടെ ചെറുതായി അരിഞ്ഞു വെക്കാം. 1 ടീസ്പൂൺ ബട്ടർ വേണം, അതൊന്ന് മെൽറ്റ് ചെയ്തെടുക്കണം. ഇനി ആ മുട്ടയുടെ വെള്ളയും ഒരു 3 ടേബിൾ സ്പൂൺ പാലും കൂടെ ചേർത്ത് നല്ലപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി 1 കപ്പ് പ്ലെയിൻ കോൺഫ്ലെക്സ് വേണം, ഒരു ഫ്ലേവറും ഇല്ലാത്ത കോൺഫ്ലെക്സ് ആണ് എടുത്തിരിക്കുന്നത്. അതൊന്ന് പൊടിച്ചെടുക്കണം. പിന്നെ 1/2 കപ്പ് കോൺസ്റ്റാർച്ച് വേണം. പിന്നെ 4 മൊസറല്ലയുടെ സ്ട്രിങ് ചീസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിന് പകരം വേറെ ഏത് ചീസായാലും മതി. അതിങ്ങനെ ചെറിയ പീസായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്. അതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. പിന്നെ 300 ഗ്രാം ബോൺലെസ് ചിക്കൻ വേണം. ഇനി നമുക്ക് ഒരു ഫുഡ് പ്രോസസ്സറോ അല്ലെങ്കിൽ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഈ ചിക്കൻ ഇട്ട് കൊടുക്കാം. അതിലേക്ക് മുട്ടയുടെ മഞ്ഞക്കരു ചേർക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. ഇനി ഇതിലേക്ക് ടേസ്റ്റിന് ആവശ്യത്തിനുള്ള ഒറിഗാനോ അല്ലെങ്കിൽ ഇറ്റാലിയൻ ഹെർബ്സ് ചേർക്കാം, അല്ലെങ്കിൽ പിസ്സ സീസണിങ് ചേർക്കാം. ചെറിയൊരു നിറത്തിന് വേണ്ടിയിട്ട് 1/2 ടീസ്പൂൺ പപ്രിക്ക പൗഡർ ചേർക്കാം. അതായത് നമ്മുടെ ഉണങ്ങിയ ക്യാപ്സിക്കത്തിൻ്റെ പൊടിയാണ്. അതില്ലെങ്കിൽ കാശ്മീരി മുളക് പൊടി ചേർക്കാം. ഇനി ഇതിലേക്ക് പൊടിയായി അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചേർക്കാം. പിന്നെ കുറച്ചുകൂടി എരിവൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കുരുമുളക് പൊടി ചേർക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ അരിഞ്ഞ് ചേർത്തത് എല്ലായിടവും നല്ലപോലെ മിക്സ് ആകുന്നതിനും പിന്നെ വലിയ പീസായിട്ട് കിടക്കാതിരിക്കാനും വേണ്ടിയിട്ടാണ്. ഇനി മെൽറ്റ് ചെയ്ത ബട്ടർ ചേർക്കാം. ഇനി ഇതെല്ലാം കൂടെ ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ചിക്കൻ ചേർക്കുമ്പോൾ ഒട്ടും വെള്ളമില്ലാതെ നല്ല ഡ്രൈ ആയിട്ടുള്ള ചിക്കൻ വേണം ചേർക്കാൻ. പകുതി ഒന്ന് മിക്സ് ആയി കഴിയുമ്പോൾ ഇതിലേക്ക് ഒരു ബ്രെഡ് ചേർക്കാം. ഞാനൊരു വീറ്റ് ബ്രെഡാണ് എടുത്തിരിക്കുന്നത്. ഇനി മിക്സ് ചെയ്തെടുത്തിരിക്കുന്ന ചിക്കൻ നമുക്കൊരു ബൗളിലേക്ക് മാറ്റാം. അപ്പോൾ അത് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടി ഞാൻ ഇച്ചിരി ഓയിൽ സ്പ്രേ ചെയ്തിട്ടുണ്ട്. കയ്യിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ അല്പം എണ്ണ ഒന്ന് തൂത്ത് കൊടുക്കാം. അതിനുശേഷം 1 മിനിറ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി അതിൽ നിന്ന് ഒരു ബോൾ കണക്കിന് നമുക്ക് കുറച്ച് ചിക്കൻ എടുത്തിട്ട് കയ്യിൽ വെച്ച് ഉരുട്ടി ഒന്ന് പരത്തിയെടുക്കാം. ഇനി അതിൻ്റെ നടുക്ക് മുറിച്ച് വെച്ചിരിക്കുന്ന ചീസ് വെച്ചിട്ട് നല്ലപോലെ ഒന്ന് കവർ ചെയ്തെടുക്കാം. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇതിലേക്ക് ചെറിയ കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ ഒരു മൈൽഡ് ഫ്ലേവറാണ് ചേർത്തിരിക്കുന്നത്. അപ്പം വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ടേസ്റ്റ് അനുസരിച്ച് കൂടുതൽ എരിവിന് ചില്ലി ഫ്ലേക്സോ കുരുമുളക് പൊടിയൊക്കെ ചേർക്കാം. പിന്നെ കൂടുതലായിട്ട് പിസ്സ സീസണിങ്ങോ അല്ലെങ്കിൽ ഇറ്റാലിയൻ ഹെർബ്സ് ഒക്കെ ചേർത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇതേപോലെ ചീസൊന്നും പുറത്ത് കാണാതെ നല്ല പോലെ കവർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി മുഴുവൻ ചിക്കനും ഇതേപോലെ ബോളുകളാക്കി നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റി വെക്കാം. ഈ ഒരു ക്വാണ്ടിറ്റിയിൽ ഒരു മീഡിയം സൈസ് 13 ചിക്കൻ ചീസ് ബോളാണ് റെഡിയാക്കി വെച്ചിരിക്കുന്നത്. ഇനി ഈ ബോളാക്കിയെടുത്ത ചിക്കൻ കോൺസ്റ്റാർച്ചിനകത്തിട്ടൊന്ന് ഉരുട്ടിയെടുക്കാം. ഇവിടെ US കോൺസ്റ്റാർച്ച് എന്ന് പറയുന്നത് നാട്ടിൽ കിട്ടുന്ന കോൺഫ്ലവറിന് തന്നെയാണ്. ഇനി ഇത് മുട്ടയുടെ വെള്ളയിൽ മുക്കിയെടുക്കാം. അതിനുശേഷം പൊടിച്ചു വെച്ചിരിക്കുന്ന കോൺഫ്ലെക്സിലിട്ട് ഉരുട്ടിയെടുക്കാം. അങ്ങനെ മുഴുവൻ ചിക്കനും ഇതേപോലെ നടുക്ക് ചീസ് വെച്ച് ഇതേപോലെ തന്നെ ചെയ്ത് നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇനി ഒരു ചീനിച്ചട്ടിയിൽ ഇത് വറക്കുന്നതിന് ആവശ്യമായിട്ടുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നല്ലപോലെ ചൂടായി കഴിയുമ്പോൾ ചിക്കൻ ബോൾ ഇട്ട് കൊടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. ബ്രെഡ് ക്രംസിൽ മുക്കുന്നതിനേക്കാളും ഈ കോൺഫ്ലെക്സ് എടുക്കുന്നതാണ് ഒന്നും കൂടെ നല്ലത്. പിന്നെ ഇത് പ്ലെയിൻ കോൺഫ്ലെക്സ് ആണ് കേട്ടോ, ഒരു ഫ്ലേവർ ഒന്നും ഇല്ലാത്ത പ്ലെയിൻ ആയിട്ടുള്ള കോൺഫ്ലെക്സ്. കോൺഫ്ലെക്സ് ആകുമ്പോൾ അകത്തേക്ക് ഒട്ടും എണ്ണ പോകത്തുമില്ല. പിന്നെ ചിക്കൻ നല്ലപോലെ വെന്ത് കിട്ടും. ബ്രെഡ് ക്രംസ് ആകുമ്പം പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും. അപ്പോൾ ഇതാകുമ്പോൾ നല്ല ക്രിസ്പി ആയിരിക്കും. അകത്ത് ചീസൊക്കെ ഉള്ളതുകൊണ്ട് മെൽറ്റായി പുറത്തേക്ക് വരത്തുമില്ല നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ. ഇനി എല്ലാ സൈഡും ഒരേപോലെ ഫ്രൈ ആകത്തക്ക രീതിയിൽ നമുക്ക് തിരിച്ചും മറിച്ചും ഇട്ട് കൊടുക്കണം. ഇപ്പോൾ ഇതെല്ലാം റെഡി ആയിട്ടുണ്ട്. ഇതൊരു പേപ്പർ ടവലിലേക്ക് കോരി മാറ്റാം. അതിനുശേഷം ബാക്കിയുള്ള ചീസ് ബോളും ഇതേപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം.
വളരെ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ ചീസ് ബോൾ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് ഒരെണ്ണം ഒന്ന് മുറിച്ച് നോക്കാം. പുറം നല്ല ക്രിസ്പിയാണ്. ചിക്കൻ എല്ലാം നല്ലപോലെ വെന്ത് അകത്തെ ചീസ് എല്ലാം നല്ലപോലെ മെൽറ്റ് ആയിട്ടുണ്ട്. ചൂടോടെ തന്നെ കെച്ചപ്പിൻ്റെ കൂടെ സെർവ് ചെയ്യുക. അപ്പോൾ ഈ ചിക്കൻ ചീസ് ബോൾ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യുക. അതേപോലെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഇതിൻ്റെ ലിങ്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. ഇനി മറ്റൊരു നല്ല റെസിപ്പിയായിട്ട് വീണ്ടും കാണാം. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അതിനോടൊപ്പം അതിൻ്റെ സൈഡിലുള്ള ബെൽ ഐക്കൺ കൂടി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും.